ഇറാൻ യുദ്ധം അവസാനമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നയതന്ത്ര സമാധാന ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇനിയും അകലെയാണ്. പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങി. ഹോർമൂസ് കടലിടുക്ക് തുറന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഇറാൻ യുഎസിന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇറാന്റെ നിബന്ധനകളിലും നിർദ്ദേശങ്ങളിലും ട്രംപ് തൃപ്തനല്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇറാൻ നിർദ്ദേശങ്ങൾ തള്ളിയത് എന്നും യുദ്ധവിരാമം അകലെയായത് എന്നും അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എന്താണ് ട്രംപിനെ സമാധാന ചർച്ചകളിൽ നിന്നും ഇറാന്റെ നിർദ്ദേശങ്ങളിൽ നിന്നും അകറ്റുന്നത്? അത് പ്രധാനമായും ആണവ കരാർ സംബന്ധിച്ച ഇറാന്റെ നിലപാടാണ്. ആണവ ചർച്ചകളെക്കുറിച്ച് മിണ്ടാതെയുള്ള സമാധാന ശ്രമങ്ങൾക്കാണ് ഇറാൻ ശ്രമം നടത്തുന്നത്. എന്നാൽ യുഎസ് ആകട്ടെ ആണവ കരാർ ഉൾപ്പെടാത്ത ഒരു കരാറും ഇറാനുമായി ഒപ്പിടാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ ട്രംപ് ഇറാൻ നിർദ്ദേശങ്ങൾ തള്ളുകയും സമാധാന ശ്രമങ്ങൾ പിന്നെയും അകന്നു നിൽക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ ആദ്യവാരം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു തവണ മാത്രമാണ് മധ്യസ്ഥ ചർച്ചകൾ നടന്നത്. അതിനുശേഷം അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമൂസിലെ ഉപരോധ വിഷയത്തിലടക്കം യുഎസ് നടത്തുന്ന ലംഘനങ്ങളാണ് യുഎസുമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് ഇറാനെ എത്തിച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, ആണവ ചർച്ചകൾ മാറ്റിവെക്കുക, ഈ 3 നിബന്ധനകളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചത്. പക്ഷേ ഇറാൻ ഹോർമൂസ് തുറക്കാതെ യുഎസ് നാവിക ഉപരോധം പിൻവലിക്കില്ല എന്ന നിലപാടിലാണ് ട്രംപ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ട്രംപിന് ഒട്ടും തൃപ്തിയുമില്ല, പ്രത്യേകിച്ച് ആണവ ചർച്ച മാറ്റിവെക്കണമെന്ന നിർദ്ദേശത്തിൽ. മാത്രമല്ല യുഎസ് ദേശീയ സുരക്ഷാ സംഘവും ഇറാന്റെ നിർദ്ദേശങ്ങളിൽ സംശയം രേഖപ്പെടുത്തുന്നു. ഇതാണ് നേരിട്ട് ചർച്ചയ്ക്കില്ല എന്ന ഇറാന്റെ നിലപാടിനൊപ്പം ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെ അയക്കില്ല എന്ന് ട്രംപും തീരുമാനിക്കാൻ കാരണം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടക്കേണ്ടിയിരുന്ന ചർച്ച നടക്കാതെ പോയതിന്റെ കാരണവും അതാണ്. ആണവ കരാർ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട എന്നാണ് ഇറാന്റെ ആവശ്യം. പക്ഷേ ചർച്ച ചെയ്യണമെന്ന് യുഎസും കടുംപിടുത്തം പിടിക്കുന്നു. ആണവ പദ്ധതി ഇറാൻ നടത്തുന്നത് രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്നും നേരത്തെ ഇറാൻ നിലപാട് അറിയിച്ചതാണ്. ഹോർമൂസിലും ആണവ വിഷയത്തിലും തട്ടിത്തിരിഞ്ഞാണ് മുൻപും സമാധാന ചർച്ചകൾ വഴിതെറ്റിപ്പിരിഞ്ഞത്. യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഇറാൻ ആണവ കരാർ ചർച്ചയെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. യുദ്ധത്തിന് മുൻപും ആണവ വിഷയത്തിലടക്കം ചർച്ച നടന്നപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റണമെന്നും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നും ട്രംപ് നിർദ്ദേശം നൽകി. വൈകാതെ യുദ്ധം ആരംഭിച്ചു. ഇറാൻ ഹോർമൂസ് അടച്ചു. ഇത് ആഗോളതലത്തിൽ തന്നെ എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കി. ഇതിനിടയിൽ ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ സഞ്ചാരമടക്കം വിലക്കി. ഹോർമൂസിൽ പുതിയ നാവിക ഉപരോധം യുഎസും ആരംഭിച്ചു. ഇപ്പോൾ ഈ നാവിക ഉപരോധം പിൻവലിച്ചാൽ തങ്ങളടച്ച ഹോർമൂസിലെ കപ്പൽ പാത തങ്ങൾ തുറക്കാമെന്ന് ഇറാൻ നിലപാടെടുക്കുന്നു. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് രാജ്യാന്തര കപ്പൽ പാതയാണ് എന്നും ഇറാന്റെ നിയന്ത്രണം അംഗീകരിക്കില്ല എന്നുമാണ് യുഎസിന്റെ നിലപാട്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും സൂചിപ്പിക്കുന്നത് ഇതാണ്. ഇറാന് ചുങ്കം കൊടുക്കുന്ന കപ്പലുകളെ കടത്തിവിടുന്ന തരം ഹോർമൂസ് തുറക്കലാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. അത് ഹോർമൂസ് തുറന്നതാണെന്ന് എങ്ങനെ വിശേഷിപ്പിക്കാനാകുമെന്നാണ് റൂബിയോ ചോദിക്കുന്നത്. ആരാണ് ഹോർമൂസ് കടക്കേണ്ടത് എന്ന് ഇറാൻ തീരുമാനിക്കുന്ന അവസ്ഥ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന മാർക്കോ റൂബിയോയുടെ പ്രതികരണം ഹോർമൂസിൽ അമേരിക്ക സ്വീകരിക്കുന്ന കടുത്ത നിലപാടിന്റെ തെളിവാണ്. ഇറാൻ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ യുഎസ് ദേശീയ സുരക്ഷാ വിഭാഗവുമായി ട്രംപ് ചർച്ച ചെയ്തതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനർത്ഥം ട്രംപ് അവ പരിഗണിക്കുന്നു എന്നല്ല എന്നുകൂടി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് പറയുന്നുണ്ട്. ഇറാനുമായി ഡീൽ ഒപ്പിടാതെ ഹോർമൂസിലെ കപ്പൽ ഉപരോധം പിൻവലിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് ലെവിറ്റ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകാതെ ഡീലിലെത്തുന്നതിനെ കുറിച്ച് ഒന്നും പറയാനാകില്ല. അതിനർത്ഥം അതുവരെ ഹോർമൂസ് ഉപരോധം തുടരും എന്ന് തന്നെയാണ്. ഇതോടെ യുഎസും ഇറാനും തമ്മിലെ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ മങ്ങിയത് പ്രതിസന്ധിയിലാക്കിയത് വിപണികളെയാണ്. ഓഹരി, സ്വർണം, ക്രൂഡ് വിപണികളെല്ലാം പതർച്ചയിലാണ്. യുഎസ് ഓഹരി വിപണി നേട്ടത്തിലേറെ എങ്കിലും കുതിപ്പിന് വേഗം പോരാ. ഏഷ്യൻ വിപണികൾ സമ്മിശ്ര പാതയിലുമാണ്. യുഎസുമായി നേരിട്ട് ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഒമാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ചി നടത്തിയ ചർച്ചകളിലാണ് പുതിയ നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞത്. അവ മധ്യസ്ഥർ വഴി തന്നെ ഇറാൻ യുഎസിനെ അറിയിക്കുകയായിരുന്നു. നേരിട്ട് ചർച്ചയ്ക്കിരിക്കാത്ത ഇറാൻ നിലപാടും ട്രംപിനെ അതൃപ്തനാക്കിയിട്ടുണ്ട്. ഇറാനിൽ ആരാണ് ഭരിക്കുന്നത് എന്ന് ഇറാൻകാർക്ക് പോലും അറിയില്ലെന്നും ഇനി ചർച്ച വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടെലിഫോൺ ഉണ്ടെങ്കിൽ അവർ യുഎസിനെ വിളിക്കട്ടെ എന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ഇത്തരത്തിലൊരു നിലപാടെടുത്ത് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയതോടെ ട്രംപും വാശിയിലായി. പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരുന്ന സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരദ് കുഷ്ണറെയും മടക്കി വിളിച്ചു.
ഇതിന് പിന്നാലെ റഷ്യയിലേക്ക് പോകുന്നതിന് മുൻപായി അബ്ബാസ് അറാക്ചി പാകിസ്ഥാനിൽ തിരിച്ചെത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് റഷ്യൻ യാത്ര തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്തുകയാണ് അമേരിക്കൻ ഭരണകൂടം. ഇറാനിയൻ എണ്ണയുമായി പോയ 2 കപ്പലുകൾ US സൈന്യം പിടിച്ചെടുത്തിരുന്നു. ഇത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവും കടൽ കൊള്ളയാണ് എന്നുമാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. കടൽ കൊള്ളയ്ക്ക് US നിയമപരമായി അംഗീകാരം നൽകുകയാണ് എന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ കപ്പൽ പിടിച്ചെടുത്തത് നിയമപരമായ നടപടിയെന്ന് വിശേഷിപ്പിച്ച US ഇറാനെതിരെ കൂടുതൽ രംഗങ്ങളിൽ ഉപരോധം സൃഷ്ടിക്കുകയാണ്. ഇറാൻ വിമാന കമ്പനികളുമായി സഹകരിക്കുന്നവരെ ഉപരോധിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിമാന ഇന്ധനം, കാറ്ററിംഗ്, ലാൻഡിംഗ് ഫീഡ്സ്, അറ്റകുറ്റപ്പണികൾ തുടങ്ങി ഒരു കാര്യത്തിലും ഇറാന്റെ വിമാന കമ്പനികളുമായി സഹകരണം പാടില്ല എന്ന് ലോകരാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇറാനെ വരുതിയിലാക്കാനാണ് US ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.